ഡാൻ ഘടകകക്ഷികളുടെ കൂടി വിജയമാണ് ഇത് എന്ന് പറയാം. ലീഗും കേരള കോൺഗ്രസും എടുത്തിട്ടുള്ള ഇതിലുള്ള നിലപാട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരമ്പരാഗത രീതിയൊക്കെ മറികടന്ന ഒരു വി.ഡി. സതീശനിലേക്ക് ഒരു തീരുമാനം എത്തിയതിൽ ജനവികാരത്തിന് വലിയ പങ്കുണ്ട്, ഘടകകക്ഷികൾക്ക് വലിയ പങ്കുണ്ട്, അവരുടെ പിന്തുണയ്ക്ക് വലിയ പങ്കുണ്ട്. ഇന്ന് ഗവർണറെ കാണാൻ പോകുമ്പോൾ ആരൊക്കെ ഉണ്ടാകും, ഘടകകക്ഷി നേതാക്കൾ ആരൊക്കെ ഉണ്ടാകും, ലീഗ് പ്രതിനിധികൾ ഉണ്ടാകില്ല എന്നതാണ് മനസ്സിലാകുന്നത്. പിന്തുണക്കത്താണോ നൽകുന്നത്? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അഭ്യർത്ഥിയെ സന്ദർശിക്കാൻ ലോക്ഭവനിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ കൃത്യമായൊരു ചിത്രം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. പക്ഷേ മാണി സി കാപ്പനും CP ജോണും ഉൾപ്പെടെയുള്ളവർ ഒരുപക്ഷെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകാനാണ് സാധ്യത. കാരണം അവർ കണ്ടോൺമെന്റ് ഹൗസിലെത്തി വി.ഡി. സതീശന് അഭിനന്ദനങ്ങൾ നേർന്നിരുന്നു. വലിയ സന്തോഷമാണ് അവർ വി.ഡി. സതീശനുമായി പങ്കുവെക്കുകയും ചെയ്തത്. കാരണം സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വലിയ തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയവരുടെ കൂട്ടത്തിൽ മാണി സി കാപ്പനും CP ജോണും ഒക്കെ ഉണ്ടായിരുന്നു. CP ജോൺ CMBയുടെ ഏക പ്രതിനിധിയാണ്. എങ്കിൽ കൂടി വി.ഡി. സതീശന് വേണ്ടി ഏറെ വർഷങ്ങളായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ കൃത്യമായ നീക്കങ്ങളുണ്ടായിരുന്നു. അത് ഫലം കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് CMBയും CP ജോണുമൊക്കെ. അതോടൊപ്പമാണ് ലീഗും അതോടൊപ്പം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നടത്തിയ സമ്മർദ്ദങ്ങൾ കൂടി ഒടുവിൽ ഫലം കാണുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ലീഗിൻ്റെ പൂർണ്ണമായ പിന്തുണ മറ്റ് എല്ലാ കാര്യങ്ങൾക്കുമുണ്ട്. പക്ഷേ ഇന്ന് ഗവർണറെ കാണാനായി ലീഗിൻ്റെ പ്രതിനിധികൾ എത്തുമോ എന്ന കാര്യത്തിലാണ് ഒരു അവ്യക്തതയുള്ളത്. നിലവിൽ നാടകീയമായ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ അനുയായികളായ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുള്ള അൻവർ സാദത്ത്, ജ്യോതികുമാർ ചാമക്കാല, TJ വിനോദ്, അബിൻ വർക്കി, അതോടൊപ്പം റോണി കെ ബേബി, മുൻ MLA കൂടിയായ ജോസഫ് വാഴക്കൻ തുടങ്ങിയവർ കണ്ടോൺമെന്റ് ഹൗസിൽ പ്രതിപക്ഷ നേതാവ് ആയിരുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്ന കണ്ടോൺമെന്റ് ഹൗസിലെത്തി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ അവർ 1 മണിക്കൂർ മുമ്പാണ് സന്ദർശനം നടത്തിയത്. അവിടെ രമേശ് ചെന്നിത്തല നേരിട്ട് യോഗത്തിൽ പങ്കെടുക്കാതെ പകരം അദ്ദേഹം ഒരു കത്തിലൂടെ പിന്തുണ അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന MLA-മാർ ഇപ്പം പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശന് അല്ലെങ്കിൽ നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം നേർന്നുകൊണ്ട് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് എത്തുമ്പോൾ അത് ഒരു സന്ദേശം കൂടിയാണ്. മഞ്ഞുരുകലിന് വഴി തെളിയുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. അങ്ങനെയെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്ന കടുത്ത തീരുമാനത്തിൽ നിന്ന് രമേശ് ചെന്നിത്തല പിന്നോട്ട് മാറുകയാണോ എന്ന ഒരു സൂചനയാണ് ഇനി വ്യക്തമാകാനുള്ളത്. എന്തായാലും ഇനി കാറും കോളും നിറഞ്ഞ ഒരു അന്തരീക്ഷം ഒരു വശത്തുണ്ട്, മറുവശത്ത് വലിയ വിജയാഹ്ലാദമാണ്. അതിന് നടുവിലാണ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക് വി.ഡി. സതീശൻ കടക്കുന്നത്. എന്തായാലും 5:50 ശേഷം അല്ലെങ്കിൽ 6 മണിയോടുകൂടി ഈ പ്രതിനിധികൾ ഹൈക്കമാൻഡ് പ്രതിനിധികൾ എത്തിച്ചേരും. തുടർന്ന് 6:15-നും 6:30-നും ഇടയിൽ CLP യോഗം ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇനി 1 മണിക്കൂർ കൂടിയുണ്ട് CLP യോഗം തുടങ്ങാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.